ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ രണ്ടാം ഭാഗം. പണ്ട് പണ്ട് കെയ്റോയിൽ ഒരു മരുന്ന് വിൽപ്പനക്കാരനുണ്ടായിരുന്നു, അബു കാസിം. അയാൾ മഹാപിശുക്കനായിരുന്നു. വേണ്ടത്ര സ്വത്തുണ്ടായിരുന്നെങ്കിലും പിച്ചക്കാരൻ്റെ വേഷത്തിലേ നടക്കാറുള്ളൂ. കീറിപ്പറിഞ്ഞ കുപ്പായം, അഴുകി ദ്രവിച്ച തലപ്പാവ്. പക്ഷേ ഏറ്റവും അസഹ്യമായിരുന്നത് അയാളുടെ ചെരുപ്പാണ്. 1000 വട്ടം തുന്നിക്കുത്തിയും കണ്ടം വെച്ച് ആണിയടിച്ചും അത് ആകെ കൂടി ഒരു വികൃതമായ യുദ്ധോപകരണം പോലെയായിരുന്നു. അഴുകി ദ്രവിച്ച ചെരുപ്പുകൾ കെയ്റോയിലെ വിദഗ്ധരായ ചെരുപ്പ് കുത്തികൾ എല്ലാവരും ചേർന്ന് എത്ര വർഷം ശ്രമിച്ചാലും ശരിപ്പെടുത്താനാകാത്ത നിലയിലായിരുന്നു. കാസിമിൻ്റെ ചെരുപ്പ് പഴമൊഴി പോലെ കേൾവി കേട്ടതാണ്. വീട്ടിലൊരതിഥി കൂടുതൽ കാലം തങ്ങി നിന്നാൽ ആളുകൾ പറയും, കാസിമിൻ്റെ ചെരുപ്പ് പോലെ തൊലിക്കട്ടി ഉണ്ട് അയാൾക്ക്. പള്ളിക്കൂട മാശാന്മാർ വല്ല പൊട്ട തമാശയും പറഞ്ഞാൽ, കാസിമിൻ്റെ ചെരുപ്പ് പോലെ ഭാരിച്ച ബുദ്ധിയാണ് അയാൾക്ക് എന്നായിരിക്കും പറയുക. അന്തഃപുരം സൂക്ഷിപ്പുകാരായി കിഴവികളെ വെറുക്കുന്ന സുന്ദരിമാർ പറയും, കാസിമിൻ്റെ ചെരുപ്പ് പോലെയാണ് ആ തള്ള. ദഹനക്കേടിൻ്റെ അസുഖമുണ്ടായാൽ ആളുകൾ പറയും, കാസിമിൻ്റെ ചെരുപ്പിനേക്കാൾ പൊട്ടയായിരുന്നു ആ മാംസം. ഒരു ദിവസം കാസിമിന് കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടി. അങ്ങനെ വന്നാൽ കച്ചവടക്കാർ സദ്യ നടത്തുക പതിവായിരുന്നു. എന്നാൽ സ്നാനമന്ദിരത്തിൽ പോയി ഒരു കുളി നടത്തി ആസ്വദിക്കാനാണ് കാസിം തീരുമാനിച്ചത്. അയാൾ സ്നാനമന്ദിരത്തിൽ മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുള്ളതായി മനുഷ്യരാരും തന്നെ അറിഞ്ഞിട്ടില്ല. കാസിം കടയടച്ച് ചെരുപ്പ് കെട്ടി തോളത്തിട്ടു. നടന്നാൽ തേഞ്ഞു പോയാലോ? സ്നാനമന്ദിരത്തിലെത്തിയപ്പോൾ ചെരുപ്പ് വാതിൽക്കൽ വെച്ചു. കാസിമിൻ്റെ ശരീരത്തിൽ അഴുക്കിൻ്റെ പല അട്ടികളുണ്ടായിരുന്നു. വേലക്കാർ വിയർത്ത് പണിയെടുത്തിട്ടും വൈകുന്നേരമായപ്പോഴേ വൃത്തിയാക്കി വിടാൻ സാധിച്ചുള്ളൂ. കാസിം വാതിൽക്കൽ വന്നപ്പോൾ തൻ്റെ ചെരുപ്പ് കാണാനില്ല. അവയുടെ സ്ഥാനത്ത് ഭംഗിയുള്ള 2 പുതിയ ചെരുപ്പുകളാണ് കണ്ടത്. ഇതുപോലെ ഒരു ജോഡി വാങ്ങണമെന്ന് ഞാൻ മോഹിച്ചിരുന്നത് അല്ലാഹു അറിഞ്ഞു കാണും. അല്ലെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും മാറിയെടുത്തിട്ട് പോയതായിരിക്കാം. എന്തായാലും വേണ്ടില്ല. കാസിം വളരെ സന്തോഷിച്ചു. പുതിയ ചെരുപ്പുകളും ധരിച്ച് മടങ്ങിപ്പോയി. നഗരത്തിലെ ഖാദി അന്ന് കുളിക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെതായിരുന്നു പുറത്തു വെച്ചിരുന്ന പുതിയ ചെരുപ്പുകൾ. കാവൽക്കാരൻ കാസിമിൻ്റെ നാറുന്ന ചെരുപ്പ് ഒരു മൂലയിലേക്ക് മാറ്റിയിട്ടിരുന്നു. ഖാദി കുളിച്ചു വന്നപ്പോൾ തൻ്റെ പുത്തൻ ചെരുപ്പുകൾ കാണാനില്ല. പരിചാരകർ അന്വേഷിച്ച് പരക്കം പാഞ്ഞു. പക്ഷേ കാസിമിൻ്റെ ആ വൃത്തികെട്ട ചെരുപ്പുകളെ കണ്ടുകിട്ടിയുള്ളൂ. അവർ ഓടിച്ചെന്ന് കാസിമിനെ പിടിച്ചുകൊണ്ടുവന്നു. ആ പുത്തൻ ചെരുപ്പുകൾ അയാളുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു. ഖാദി കാസിമിന് ജയിൽ ശിക്ഷ വിധിച്ചു. ഉദ്യോഗസ്ഥർക്ക് കനത്ത കൈക്കൂലി കൊടുത്തിട്ടാണ് കാസിം ഒരുവിധം രക്ഷപ്പെട്ടത്. കടയിൽ തിരിച്ചെത്തിയ ഉടനെ കാസിം തൻ്റെ ആ നശിച്ച ചെരുപ്പുകളെ ശപിച്ചു. അത് രണ്ടുമെടുത്ത് നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. മാരണം, പോയി തുലയട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞു. നദിയിൽ വല വീശിയിരുന്ന മുക്കുവന്മാർ ഒരു പ്രാവശ്യം വല വലിച്ചപ്പോൾ വലിയ ഭാരം. പലരും കൂടി പിടിച്ച് വലിച്ച് വല കരയ്ക്കടുപ്പിച്ചപ്പോൾ വലയ്ക്കുള്ളിൽ കാസിമിൻ്റെ ചെരുപ്പുകൾ. ചെരുപ്പിൻ്റെ ആണികൾ കൊണ്ട് വലക്കണ്ണികൾ പൊട്ടിയിരുന്നു. അവർ അരിശത്തോടെ കാസിമിൻ്റെ കടയിലേക്കോടി. അയാളെ ശപിച്ചുകൊണ്ട് ചെരുപ്പുകൾ കടയിലേക്ക് വലിച്ചെറിഞ്ഞു. ഏറുകൊണ്ട് മരുന്ന് കുപ്പികളും പനിനീർ കുപ്പികളും മറ്റും പൊട്ടിത്തകർന്നു. കാസിമിൻ്റെ സങ്കടത്തിന് അതിരുണ്ടായിരുന്നില്ല. നശിച്ച 2 ചെരുപ്പുകൾ, ഈ നരകം ഒന്ന് അവസാനിപ്പിച്ചിട്ട് തന്നെ കാര്യം. അയാൾ ചെരുപ്പുമെടുത്ത് തോട്ടത്തിലേക്ക് പോയി ഒരു വലിയ കുഴി കുഴിച്ചു. കാസിമിനോട് ശത്രുതയുണ്ടായിരുന്ന ഒരു അയൽക്കാരൻ ഉടനെ അധികാരിയോട് ചെന്ന് പറഞ്ഞു, കാസിമിന് ഒരു നിധി കിട്ടിയിട്ടുണ്ട്. അയാൾ വിവരം രാജാവിനെ അറിയിക്കാതെ നിധി തോട്ടത്തിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അധികാരി ഉടൻ കാസിമിനെ വരുത്തി ചോദ്യം ചെയ്തു.
ചെരുപ്പ് കുഴിച്ചിടാനാണ് തോട്ടത്തിൽ കുഴിച്ചതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അധികാരി സമ്മതിച്ചില്ല. കാസിം അവിടെയും ഒരു കനത്ത സംഖ്യ കൊടുക്കേണ്ടി വന്നു. കാസിമിൻ്റെ നെഞ്ചുരുകി. അയാൾ ചെരുപ്പുകളും കൊണ്ട് ഉൾനാട്ടിലേക്ക് പോയി. അവിടെ ചെരുപ്പുകൾ ഒരു തോട്ടിൽ വലിച്ചെറിഞ്ഞു. ഇനി ആ നരകം വലിഞ്ഞു കയറില്ല. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, തോട്ടിലെ ഒഴുക്കിൽ ചെരുപ്പുകൾ മുമ്പോട്ട് പോയി. തോട്ടിലെ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടാണ് മില്ലിലെ ചക്രം തിരിയുന്നത്. ചെരുപ്പുകൾ ചക്രത്തിൽ ചെന്ന് വീണു. ചക്രം തിരിയാതെയായി. കേടുപാട് തീർക്കാനെത്തിയ മില്ലുടമയുടെ ദൃഷ്ടിയിൽപ്പെട്ടത് ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാസിമിൻ്റെ ചെരുപ്പുകളാണ്. പരാതി അധികാരിയുടെ അടുത്തെത്തി. കാസിം വീണ്ടും കനത്തൊരു സംഖ്യ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. കാരാഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത്രയും തന്നെ കൈക്കൂലിയും കൊടുക്കേണ്ടി വന്നു. തിരിച്ചു പോരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചെരുപ്പ് രണ്ടും കാസിമിൻ്റെ കയ്യിൽ കൊടുത്തു. കാസിം ഒരു ഭ്രാന്തനെ പോലെയാണ് മടങ്ങിയത്. വീട്ടിലെത്തിയപ്പോൾ ചെരുപ്പ് രണ്ടുമെടുത്ത് തൻ്റെ കണ്ണിൽ പെടാതെ ടെറസിലിട്ടു. എന്താണൊരു മോചനമാർഗമെന്ന് ഗാഢമായി ആലോചിച്ചു. അയൽപ്പക്കക്കാരൻ്റെ നായ ചെരുപ്പ് കണ്ടെത്തി കാസിമിൻ്റെ ടെറസിലേക്ക് ചാടി. നായ ചെരുപ്പ് കടിച്ച് കളി തുടങ്ങി. ചെരുപ്പും കടിച്ചുകൊണ്ടുള്ള അവൻ്റെ ചാടിക്കളിക്കിടയിൽ അത് തെറിച്ച് കീഴ്പോട്ട് വീണു. ചെരുപ്പ് ചെന്ന് വീണത് ഒരു വൃദ്ധയുടെ തലയിലാണ്. വൃദ്ധയുടെ തല പൊട്ടി. അവർ താഴെ ഉരുണ്ടു വീണു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചെരുപ്പ് കാസിമിൻ്റേതാണെന്ന് മനസ്സിലായി. തള്ള കാസിമിനെ കഠിനമായി ശകാരിച്ചു. അധികാരിയോട് പരാതി ബോധിപ്പിച്ചു. അധികാരി കാസിമിനെ പിടികൂടി. അയാൾ വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. അതിനു പുറമെ കൈക്കൂലിയും. അവസാനമുണ്ടായ ആപത്ത് കാസിമിനെ ബോധവാനാക്കി. അയാൾ ചെരുപ്പുകളുമെടുത്ത് അധികാരിയുടെ മുമ്പിൽ ചെന്നു. കാസിം ചെരുപ്പ് രണ്ടുമെടുത്ത് തലയിൽ വെച്ച് ഉറക്കെ നിലവിളിച്ചു. അധികാരിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങുന്നേ, ഇത് കാണണേ, എൻ്റെ നരകത്തിന് മുഴുവൻ കാരണമായ ഈ നശിച്ച ചെരുപ്പ് കാണണേ. ഇത് കാരണം ഞാനിനി അഷ്ടിക്ക് തെണ്ടേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ദയവായി ഒരു വിളംബരം ചെയ്യണം. അബു കാസിമിന് ചെരുപ്പുകളില്ല. ഏതെങ്കിലും ചെരുപ്പുകൾ കൊണ്ട് ആർക്കെങ്കിലും നാശനഷ്ടമുണ്ടായാൽ അബു കാസിം അതിന് ഉത്തരവാദിയായിരിക്കില്ല. അബു കാസിം ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് ചെരുപ്പ് രണ്ടും അധികാരിയുടെ കാര്യാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ് നഗ്നപാതനായി നെടുന്നനെ ഓടി. ആളുകളുടെ പൊട്ടിച്ചിരി നിലയ്ക്കാൻ കുറേ നേരം വേണ്ടി വന്നു. ഷെഹർസാദ് രാജകുമാരി അടുത്ത കഥയിലേക്ക് കടന്നു. പണ്ട് റൂമിലെ ധർമ്മിഷ്ഠനായ രാജാവിന് ഒരു പുത്രനുണ്ടായിരുന്നു. വളരെ സുന്ദരനും അതിബുദ്ധിമാനുമായിരുന്നു ആ യുവാവ്. അയാളുടെ അത്ഭുതകരമായി ബുദ്ധിവൈഭവം പരീക്ഷിക്കാൻ തീർച്ചയാക്കിയ ദൈവം ആ രാജകുടുംബത്തെ പെട്ടെന്ന് നിർധനമാക്കി. ഉപജീവനത്തിന് അവർ ഭിക്ഷയെടുക്കേണ്ട ഘട്ടമായി. അപ്പോൾ മകൻ പറഞ്ഞു, പിതാവേ, നമുക്ക് നമ്മെ തിരിച്ചറിയാത്ത മറ്റു വല്ല രാജ്യത്തേക്ക് പോകാം. പുതിയ ജീവിതമാർഗം കണ്ടെത്താം. പിതാവ് സമ്മതിച്ചു. രാജകുമാരൻ മാതാപിതാക്കളെയും കൂട്ടി പുറപ്പെട്ടു. പല നാടുകളും മണലാരണ്യങ്ങളും തരണം ചെയ്ത് ഒരു നഗരത്തിലെത്തി. അവിടുത്തെ രാജാവ് വളരെ ഉദാരനും നീതിമാനുമായിരുന്നു. മകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ രാജാവിന് വിൽക്കാം. മറ്റൊരു മാർഗം കണ്ടെത്തുന്നതുവരെ നമുക്ക് രക്ഷ വേണമല്ലോ. മാതാപിതാക്കൾക്കും അത് നല്ലതായി തോന്നി. അയാൾ അവരെയും കൊണ്ട് കൊട്ടാരത്തിൽ ചെന്നു. രാജാവ് ആ വൃദ്ധ ദമ്പതികളെ വാങ്ങാമെന്ന് സമ്മതിച്ചു. എന്താണ് വില തരേണ്ടത്? രാജാവ് ചോദിച്ചു. എനിക്ക് സ്വർണവും വെള്ളിയും ഒന്നും വേണ്ട. ഒരു രാജകുമാരന് ചേരുന്ന വസ്ത്രങ്ങൾ തന്നാൽ മതി. നല്ലൊരു കുതിരയെയും തരണം. അതെല്ലാം തിരിച്ചേൽപ്പിക്കുന്ന ദിവസം ഈ അടിമകളെ മടക്കി തന്നാൽ മതി. രാജാവ് സമ്മതിച്ചു. യുവാവ് മാതാപിതാക്കളോട് യാത്ര ചോദിച്ച് പുറപ്പെട്ടു. പല ദിവസത്തെ സഞ്ചാരത്തിന് ശേഷം ഒടുവിൽ വലിയൊരു നഗരത്തിലെത്തി. അയാൾ നഗര കേന്ദ്രത്തിലേക്ക് തിരിയുന്നത് കണ്ടപ്പോൾ ആളുകൾ അമ്പരപ്പോടെ തമ്മിൽ തമ്മിൽ പറയുന്നത് കേട്ടു. കഷ്ടം തന്നെ, അയാൾ 100ാമത്തെ ആളായിരിക്കും. അത്രയും പേർ തോറ്റിരിക്കെ ഇയാളുണ്ടോ രക്ഷപ്പെടാൻ പോകുന്നു? യുവാവ് ശ്രദ്ധിച്ചു. അപ്പോഴേക്കും ആളുകൾ മുൻപിൽ വന്ന് അയാളെ തടഞ്ഞു. എന്താണ് കാര്യം? അന്യനാട്ടുകാരെ ആട്ടി ഓടിക്കുകയാണോ ഇവിടുത്തെ പതിവ്?
യുവാവ് നീരസത്തോടെ ചോദിക്കുന്നത് കേട്ട് ഒരു വൃദ്ധൻ മുമ്പോട്ട് കടന്നുവെന്ന് പറഞ്ഞു. ദയവായി തിരിച്ചു പോകൂ. മരണം വില കൊടുത്ത് വാങ്ങരുത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾ സുൽത്താന്റെ മകളെ വേൾക്കാൻ വേണ്ടി വന്നതാണെന്ന് കരുതിയാണ് പറഞ്ഞത്. സുൽത്താന്റെ മകൾ അതിസുന്ദരിയും അതിബുദ്ധിമതിയുമാണ്. അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം നൽകുന്നവനെ മാത്രമേ അവൾ വരനായി സ്വീകരിക്കുകയുള്ളൂ. തോൽക്കുന്നവരുടെ തല വെട്ടി കെട്ടിത്തൂക്കും. അങ്ങനെ 99 പേരുടെ തലയർത്ത് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഒരു വലിയ ഗോപുരത്തിന്റെ മുകളിൽ ചുറ്റും തൂങ്ങിക്കിടക്കുന്ന ശിരസുകളുടെ നടുവിലെ സിംഹാസനത്തിലാണ് രാജകുമാരി ഇരിക്കുന്നത്. കഥ കേട്ടപ്പോൾ രാജകുമാരന് വിസ്മയം തോന്നിയെങ്കിലും കൂസലുണ്ടായില്ല. അവിടെയാണ് വിധി എന്നെയും കാത്തിരിക്കുന്നത്. ഭയപ്പെടേണ്ട, എനിക്ക് വഴി കാണിച്ചു തരൂ. ആളുകൾ അയാളെയും കൊണ്ട് ഗോപുരത്തിന്റെ സമീപത്തേക്ക് ചെന്നു. ചെന്തി നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് സുന്ദരികളായ പരിചാരികളുടെ നടുവിൽ ഇരിക്കുന്ന രാജകുമാരിയെ കണ്ടപ്പോൾ യുവാവ് വളരെ ആകൃഷ്ടനായി. ചുവന്ന മുഖാവരണത്തിനുള്ളിൽ അവളുടെ നേത്രങ്ങൾ ദീപശിഖ പോലെ തിളങ്ങുന്നു. അടിയിൽ ആളിക്കത്തുന്ന അഗ്നിയുടെ ദീപ്തി വ്യാപിച്ച 2 കരിനീല തടാകങ്ങൾ പോലെയാണ് ആ കണ്ണുകൾ. മുകളിൽ ചുറ്റിലും തൂക്കിയിട്ടിരിക്കുന്ന ശിരസുകൾ കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. രാജകുമാരി താഴേക്ക് എത്തി നോക്കി. ആൾക്കൂട്ടം പെട്ടെന്ന് നിശബ്ദമായി. അവൾ ആ യുവാവിനെ നോക്കി ചോദിച്ചു, ഓ, 100ാമത്തെ ആൾ അല്ലേ? എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറാണോ? തീർച്ചയായും. കുമാരന്റെ സ്വരം ദൃഢമായിരുന്നു. എന്നെയും ഞാനിരിക്കുന്ന രംഗവും ശരിക്കും നോക്കിക്കണ്ടില്ലേ? പറയൂ, എന്തിനോടാണ് അതിന് സാദൃശ്യം? ഭക്തജനങ്ങൾ ചുറ്റും നിന്ന് സേവിക്കുന്ന ഒരു വിഗ്രഹം പോലെയിരിക്കുന്നു ഭവതി. കിരണാവൃതനായ സൂര്യനെ പോലെയിരിക്കുന്നു. നക്ഷത്ര പരിവൃതമായ ചന്ദ്രബിംബം പോലെയിരിക്കുന്നു. പുഷ്പസമൃദ്ധമായ നീസൻ മാസം പോലെയിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ മർമരങ്ങൾ ഉയർന്നു. രാജകുമാരി സംതൃപ്ത ഭാവത്തിൽ പറഞ്ഞു, ശരി തന്നെ. നിങ്ങളുടെ ആദ്യത്തെ ഉത്തരം മരണമർഹിക്കുന്നില്ല. ആകട്ടെ, ഞാൻ പറയാൻ പോകുന്ന വാക്യത്തിന്റെ സാരമെന്തെന്ന് വ്യക്തമാക്കാമോ? കിഴക്കിന്റെ പുത്രനെ പടിഞ്ഞാറിന്റെ വധുവിന് നൽകൂ. അവർക്ക് പിറക്കുന്ന ശിശു സൗന്ദര്യത്തിന്റെ സുൽത്താനായിരിക്കും. രാജകുമാരി, ഈ വാക്കുകൾ താഴ്ന്ന ലോകം പൊന്നാക്കുന്ന സ്പർശമണിയുടെ രഹസ്യം ഉൾക്കൊള്ളുന്നു. കിഴക്കൻ ഭൂമിയാകുന്ന അരോഗ ദൃഢഗാത്രനായ പുരുഷനെ പടിഞ്ഞാറ് നിന്ന് വരുന്ന ജലാംശം കൊണ്ട് ദുഷ്പിക്കുക. അപ്പോൾ പ്രകൃതിയിലെ അതീശ ശക്തിയായ മെർക്കുറി ഉണ്ടാകും. മെർക്കുറിയിൽ നിന്ന് സൂര്യനും, സൂര്യനിൽ നിന്ന് സ്വർണവും ചന്ദ്രനും ജനിക്കും. ചന്ദ്രനിൽ നിന്ന് വെള്ളിയും ഉണ്ടാകും. അത് മൺകട്ടയെ ജ്വലിക്കുന്ന രത്നമാക്കും. 2ാമത്തെ പ്രാവശ്യവും നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആകട്ടെ, മന്ത്രകവചങ്ങൾക്ക് ശക്തി കിട്ടുന്നതെങ്ങനെയാണ്? കവചങ്ങളുടെ ശക്തി അവയിൽ രേഖപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നു. കാരണം വാക്കുകൾക്കെല്ലാം ചൈതന്യമുണ്ട്. ദൈവത്തിൻ്റെ നന്മ അവയിൽ ലയിച്ചിരിക്കുന്നു. ബുദ്ധി ആത്മാവിനോടും ആത്മാവ് ഇന്ദ്രിയങ്ങളോടും സംവാദം ചെയ്യുന്നു. അക്ഷരങ്ങൾ വാക്കുകളാകുന്നു. വാക്കുകൾ വാചകങ്ങളാകുന്നു. മന്ത്രകവചത്തിലെ വാക്കുകൾ ചൈതന്യമാണ്. അവ സാധാരണക്കാരനെ അമ്പരപ്പിക്കും. പക്ഷേ ബുദ്ധിമാന് അതറിയാം. വിവേകികൾക്ക് വാക്കുകളുടെ ശക്തി എന്തെന്നറിയാം. വാക്കുകളാണ് ലോകം ഭരിക്കുന്നതെന്നും അവർക്കറിയാം. വാമൊഴിയായാലും വരമൊഴിയായാലും വാക്കിന് സാമ്രാജ്യങ്ങളെയും രാജാക്കന്മാരെയും നശിപ്പിക്കാൻ ശക്തിയുണ്ട്. ആൾക്കൂട്ടത്തിൽ ആഹ്ലാദാരവും മുഴങ്ങി. നിങ്ങളുടെ ഉത്തരം വളരെ നന്നായി. ഇനി ചോദിക്കട്ടെ, ശ്വാശ്വത വൈരികളായ 2 പേർ ആരാണ്? സ്വർഗവും നരകവുമാണ് ശ്വാശ്വത വൈരികളെന്ന് പറയാൻ വയ്യ. കാരണം അവയ്ക്ക് തമ്മിലുള്ള അകലവും വിടവും കേവലം കൽപ്പിതമാണ്, യാഥാർത്ഥ്യമല്ല. സ്വർഗ നഗരങ്ങൾക്ക് തമ്മിലുള്ള വിടവ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നികത്താം. അതിന് ജിന്നുകളുടെ സഹായമൊന്നും വേണ്ട. പ്രാർത്ഥന ഒന്നു മാത്രം മതി. പകലും രാത്രിയുമാണ് നിത്യശത്രുക്കളെന്നും പറഞ്ഞുകൂടാ. കാരണം ഉഷസ് അവയെ ബന്ധിപ്പിക്കുന്നു, സന്ധ്യ അവയെ വേർതിരിക്കുന്നു.
സൂര്യചന്ദ്രന്മാരാണോ ശാശ്വത വൈരികൾ? അങ്ങനെയും പറഞ്ഞുകൂടാ. കാരണം ഇരുവരും ഭൂമിക്ക് വെളിച്ചം നൽകുന്നു. തുല്യമാണ് അവരുടെ കൃത്യം. ശരീരവും ആത്മാവും തമ്മിലാണോ നിത്യശത്രുത? അതുമല്ല. ആദ്യത്തേത് നമുക്കറിയാം. രണ്ടാമത്തേതിനെക്കുറിച്ച് നാം അജ്ഞരാണ്. അറിയാൻ വയ്യാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല. ഇനി ഉറപ്പായി തന്നെ പറയട്ടെ രാജകുമാരി, ജീവിതവും മരണവുമാണ് ശാശ്വതമായ ശത്രുക്കൾ. ഒന്ന് മറ്റൊന്നിന് മാരകമാണ്. അവ മനുഷ്യ ശരീരത്തിൽ കിടന്ന് കലഹിക്കുന്നു. മനുഷ്യ ശരീരം അവയുടെ കളിക്കോപ്പാണ്. ശരീരത്തെ ആശ്രയിച്ച് അവ പുഷ്ടിപ്പെടുന്നു. ശരീരമാകട്ടെ അവയുടെ വിക്രിയകളാൽ വിനാശമടയുന്നു. അവ തന്നെയാണ് ശാശ്വതമായ ശത്രുക്കൾ, ഓരോ ജീവിയുടെയും ശത്രുക്കൾ. ആളുകൾ ആർത്തു വിളിച്ചു. ദൈവത്തിന് സ്തുതി. തൻ്റെ സൃഷ്ടികൾക്ക് വിജ്ഞാനവും വിവേകവും അരുളുന്ന മഹത്വത്തിന് സ്തുതി. അന്തരീക്ഷം ശാന്തമായപ്പോൾ രാജകുമാരി പറഞ്ഞു, ഇതുവരെയുള്ള എല്ലാ ഉത്തരങ്ങളും ഭംഗിയായി. പറയൂ. 12 ശാഖകളുള്ള ഒരു വൃക്ഷം. ഓരോ ശാഖയിലും 2 കുല പഴം. ഓരോ കുലയിലും 30 വെളുത്ത പഴവും 30 കറുത്ത പഴവും. ഏതാണ് ഈ വൃക്ഷം? യുവാവിന് സംശയമുണ്ടായില്ല. അത് ഏത് കുട്ടിക്കും പറയാവുന്നതേ ഉള്ളൂ. മരം ഒരു വർഷമാണ്, ശാഖകൾ മാസങ്ങൾ. വെളുത്ത പഴങ്ങൾ 30 പകലുകൾ, കറുത്ത പഴങ്ങൾ 30 രാത്രികൾ. സൂര്യനെ ഒരേ ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള ഭൂമി ഏതാണ്? ചെങ്കടലിൻ്റെ അടിത്തട്ട്. മോസസിന്റെ ദിവ്യശക്തി കൊണ്ട് ഇസ്രായേലിന്റെ മക്കൾ അതിലെ കടന്നുപോയ അവസരത്തിൽ മാത്രമേ ആ ഭൂപ്രദേശം സൂര്യനെ കണ്ടിട്ടുള്ളൂ. ചെയ്താലും ചെയ്തില്ലെങ്കിലും നിയമവിരുദ്ധമായ പ്രവൃത്തി ഏതാണ്? മദ്യപിച്ചവന്റെ പ്രാർത്ഥന. ഭൂമിയുടെ ഏത് ഭാഗമാണ് ആകാശത്തോട് അടുത്തു നിൽക്കുന്നത്? ഏതെങ്കിലും പർവ്വതമാണോ? അല്ല, മെക്കയിലെ കാബ. ദുസ്സഹമായവയിൽ വെച്ച് ഏതൊന്നാണ് രഹസ്യമായി വെക്കേണ്ടത്? ദാരിദ്ര്യം. രാജകുമാരി, അത് ദാരിദ്ര്യം തന്നെയാണ്. ഞാനത് അറിഞ്ഞിട്ടുണ്ട്. ഞാനൊരു രാജാവിൻ്റെ മകനാണെങ്കിലും ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം മറച്ചു പിടിച്ചേ കഴിയൂ. കാരണം അറിഞ്ഞാൽ ആദ്യം ചിരിക്കുക അയൽക്കാരും സുഹൃത്തുക്കളുമായിരിക്കും. ആരോഗ്യം കഴിഞ്ഞാൽ പിന്നെ അമൂല്യമായിട്ടുള്ളത് എന്താണ്? മധുരമായ സൗഹൃദം. പക്ഷേ നന്നായി പരീക്ഷിച്ചറിഞ്ഞിട്ട് വേണം ചങ്ങാതിയെ തിരഞ്ഞെടുക്കാൻ. ഒരു മനുഷ്യൻ ആദ്യം കൈവരുന്ന സൗഹൃദം നിഷേധിക്കരുത്. കാരണം രണ്ടാമത്തേത് വരുന്ന സൗഹൃദം നിലനിർത്തുക അത്ര എളുപ്പമല്ല. നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ സുഹൃത്തുക്കളും ബുദ്ധിമാന്മാരായിരിക്കും. കാരണം വിഡ്ഢിക്ക് വിവേകിയെ തിരിച്ചറിയാൻ കാക്കയുടെ നിറം വെളുപ്പാകുന്നതുവരെ കാത്തിരിക്കണം. വിവേകിയുടെ ആക്ഷേപമാണ് അജ്ഞന്റെ പ്രശംസയേക്കാൾ നല്ലത്. നിവൃത്തി നേരെയാക്കാൻ ഏറ്റവും പ്രയാസമായ വൃക്ഷമേതാണ്? ദുസ്വഭാവം. ഒരിക്കലൊരാൾ പുഴവക്കത്ത് ഒരു മരം നട്ടു. നല്ല മണ്ണും വെള്ളവും. പക്ഷേ മരം കായ്ച്ചില്ല. അത് വെട്ടിക്കളയുവാൻ തീരുമാനിച്ചു. വൃക്ഷം ഉടമസ്ഥനോട് പറഞ്ഞു, എന്നെ മറ്റൊരിടത്ത് കൊണ്ടുപോയി നടൂ, നിറയെ കായ്ക്കും. ഇത്ര നല്ല മണ്ണിൽ നിന്നിട്ട് ഒന്നും ഉണ്ടായില്ല. ഇനിയാണോ പരീക്ഷണം? ഉടമസ്ഥൻ മരം വെട്ടിക്കളഞ്ഞു. ഒരു ചെന്നായിയെ പള്ളിക്കൂടത്തിലയച്ചു. അധ്യാപകൻ ഓതിക്കൊടുത്തു. ഞാൻ പറയും പോലെ പറയൂ. ആ, ആ, ഈ. പക്ഷേ ചെന്നായ പറഞ്ഞത് എന്താണെന്നോ? ആട്, ആട്ടിൻകുട്ടി. അതേ അവൻ്റെ മനസ്സിൽ തോന്നും. ഒരാൾ ഒരു കഴുതയെ ശുചിത്വം പാലിക്കാൻ പഠിപ്പിച്ചു. ഭംഗിയായി കുളിപ്പിച്ച് സുഗന്ധദ്രവ്യം പൂശി വൃത്തിയുള്ള മുറിയിൽ കെട്ടിയിട്ടു. നല്ല പരവതാനി വിരിച്ചു കൊടുത്തു. പക്ഷെ കഴുത അതിൻ്റെ പതിവനുസരിച്ച് മൂത്രവും ചാണകവും വീഴ്ത്തി എല്ലാം ചിക്കിപ്പരത്തി വൃത്തികേടാക്കി. പഴയ തൊഴുത്തേ നിനക്ക് ചേരൂ. ഉടമ പരീക്ഷണം അവസാനിപ്പിച്ചു. ഒരുത്തൻ പൂച്ചയോട് പറഞ്ഞു, കക്കുന്ന സ്വഭാവം മാറ്റിയാൽ സ്വർണ്ണച്ചങ്ങല കെട്ടിക്കാം. പക്ഷിയുടെയും എലിയുടെയും കരട് തിന്നാൻ തരാം. സത്യസന്ധതയുള്ള പൂച്ച പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ജോലി കക്കലായിരുന്നു. മുത്തച്ഛൻ്റെ ജോലിയും അതുതന്നെയായിരുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞാൻ എൻ്റെ പാരമ്പര്യം ഉപേക്ഷിക്കുന്നത് എന്തിനാണ്? രാജകുമാരി,
എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ജനങ്ങൾ സന്തോഷം കൊണ്ട് മതിമറന്ന് ആർത്തു വിളിച്ചു. രാജകുമാരി പറഞ്ഞു, ഹേയ് യുവാവേ, നിങ്ങളെല്ലാവരെയും അതിശയിപ്പിച്ചു. പക്ഷേ എനിക്കിനിയും ചോദ്യങ്ങളുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥന വരെ ചോദ്യങ്ങൾ തുടരുമെന്നാണ് വ്യവസ്ഥ. ഭവതിയുടെ മനസ്സിൽ ഇനിയും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം. അവയ്ക്കെല്ലാം മതിയായ മറുപടി തരാൻ എനിക്ക് കഴിയുമെന്നും ഉറപ്പുണ്ട്. ഭവതിയുടെ മധുരമായ സ്വരം ചോദ്യങ്ങൾ ചോദിച്ച് ക്ഷീണിക്കരുതല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയായിരിക്കും നല്ലത്. ഭവതി ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ എൻ്റെ ശിരസും ആ കൂട്ടത്തിൽ മുകളിൽ തൂങ്ങിക്കൊള്ളട്ടെ. മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. വ്യവസ്ഥ എനിക്ക് സമ്മതമാണ്. ചോദിക്കാം. ഞാനിപ്പോൾ കുതിരപ്പുറത്തിരിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം പിതാവിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. എൻ്റെ വേഷം രാജകുമാരൻ്റേതാണ്. എന്നാൽ ഞാൻ അമ്മയുടെ വസ്ത്രങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഇതെങ്ങനെയെന്ന് പറയാമോ? രാജകുമാരി 1 മണിക്കൂർ നേരം ആലോചനയിൽ മുഴുകി. പിന്നീട് പറഞ്ഞു, ഉത്തരം നിങ്ങൾ തന്നെ പറയൂ. എനിക്ക് പിടികിട്ടുന്നില്ല. ജനക്കൂട്ടത്തിന് കേൾക്കുമാറ് രാജകുമാരൻ തൻ്റെ കഥയെല്ലാം വിവരിച്ചു. അങ്ങനെ കുതിരയ്ക്ക് പകരം സ്വന്തം പിതാവിനെയും വസ്ത്രങ്ങൾക്ക് പകരം മാതാവിനെയും കൊടുത്ത ഞാൻ സഞ്ചരിക്കുന്നത് പിതാവിൻ്റെ പുറത്താണെന്നും ഇരിക്കുന്നത് മാതാവിൻ്റെ വസ്ത്രങ്ങൾക്കുള്ളിലാണെന്നും പറയാം. താമസിയാതെ അവരുടെ വിവാഹം നടന്നു. രാജകുമാരിയുടെ പിതാവ് മരിച്ചപ്പോൾ ആ ജാമാതാവ് രാജാവായി. ഉടനെ രാജകുമാരൻ പഴയ വസ്ത്രങ്ങളും കൊണ്ടുപോയി എല്ലാം മടക്കിക്കൊടുത്ത് മാതാപിതാക്കളെ മോചിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഷെഹർസാദ് രാജകുമാരി അടുത്ത കഥയിലേക്ക് കടന്നു. പണ്ട് പണ്ട് കെയ്റോ നഗരത്തിൽ സത്യസന്ധനായ ഒരു പയറ് വിൽപ്പനക്കാരനുണ്ടായിരുന്നു. ദൈവം അയാൾക്ക് 3 പെൺമക്കളെ നൽകി. അയാൾ മക്കളെ അത്യധികം സ്നേഹിച്ചു. 3 പേരും സുന്ദരികളാണ്. ഏറ്റവും ഇളയവളുടെ പേര് സായിന എന്നായിരുന്നു. അവൾ കൂടുതൽ സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു. പിതാവ് അവരെ കരകൗശല വിദ്യകൾ പഠിക്കാനയച്ചു. നിത്യവും രാവിലെ ആ സഹോദരിമാർ ചിത്രത്തുന്നൽ പഠിക്കാൻ പോകും. സുൽത്താൻ്റെ ഏകപുത്രൻ താമസിച്ചിരുന്ന കൊട്ടാരത്തിനരികിലൂടെയാണ് അവർക്ക് പോകാനുള്ള വഴി. നേർത്ത മൂടുപടത്തിൽ കൂടി തിളങ്ങുന്ന 6 സുന്ദര നയനങ്ങൾ. സുൽത്താൻ്റെ മകൻ നിത്യവും അവരുടെ വരവും കാത്തിരിക്കും. മൂടുപടമിട്ട ആ സുന്ദരിമാരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി രസിക്കും. ജാലകത്തിനരികിൽ നിന്ന് കളിയാക്കി കുശലം ചോദിക്കും. പയറ് വിൽപ്പനക്കാരുടെ മക്കൾക്ക് സ്വാഗതം. ഇത് കേട്ടാൽ മൂത്തവർ 2 പേരും പുഞ്ചിരിയോടെ തല ഉയർത്തി ഒന്ന് കടാക്ഷിക്കും. ഇളയവൾ മാത്രം കേട്ട ഭാവം നടിക്കാതെ നടക്കും. രാജകുമാരൻ ചിലപ്പോൾ പയറിൻ്റെ വില എങ്ങനെ, ചരക്ക് നല്ലതാണോ എന്നൊക്കെ ചുമ്മാ വിളിച്ചു ചോദിക്കും. സായിന അരിശത്തോടെ തിരിച്ചടിക്കും. നിങ്ങൾക്കതറിഞ്ഞിട്ട് എന്തു വേണം? 3 പേരും പരിഹസിച്ച് പൊട്ടിച്ചിരിച്ച് വേഗം നടക്കും. രാജകുമാരന് സായിനയുടെ നേരെ ഭ്രമമായി. അവൾ കാണിക്കുന്ന നിർവികാരതയും പരിഹാസവും ചങ്കൂറ്റവും രാജകുമാരനെ ചൊടിപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം സായിന രാജകുമാരനെ കൂടുതൽ ആക്ഷേപിച്ചു. അവളെ ഒന്ന് പാഠം പഠിപ്പിക്കണമല്ലോ. രാജകുമാരൻ നിശ്ചയിച്ചു. പയറ് വിൽപ്പനക്കാരോട് കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തീർച്ചയാക്കി. ഞാൻ ആരാണെന്ന് അവൾക്കറിയില്ല. രാജകുമാരൻ പയറ് വിൽപ്പനക്കാരനെ വിളിപ്പിച്ചു. നിങ്ങളാണല്ലേ ആ 3 ധിക്കാരികളുടെ പിതാവ്, നിത്യവും ഇതിലെ പോകുന്ന സുന്ദരികളുടെ? അതേ പ്രഭു. അവൻ വിറച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു. നാളെ രാവിലെ പ്രാർത്ഥനാ സമയത്ത് നീ ഇവിടെ എത്തണം. നഗ്നനായിരിക്കണം. അതേസമയം വസ്ത്രം ധരിച്ചിട്ടുമുണ്ടാകണം. ചിരിച്ചുകൊണ്ടിരിക്കണം. അതേസമയം തന്നെ കരയുകയും വേണം. ഒരേ അവസരത്തിൽ തന്നെ നടക്കുകയും സവാരി ചെയ്യുകയും വേണം. ഈ വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ നിന്റെ തല കാണില്ല. പയറ് വിൽപ്പനക്കാരുടെ നെഞ്ചിൽ തീയാടി. പിതാവിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് മക്കൾക്ക് മനസ്സിലായി. എന്തു കുഴപ്പമാണ് സംഭവിച്ചത്? മുഖത്ത് ചോരയില്ലല്ലോ. സായിന് ചോദിച്ചു. അയാൾ പൊട്ടിക്കരഞ്ഞു.
രാജകുമാരൻ വിളിപ്പിച്ചതും കൽപ്പിച്ചതും എല്ലാം പറഞ്ഞു. മൂത്ത മക്കൾ ഭയപ്പെട്ടുപോയി. സായിന ഇതെല്ലാം കേട്ടിട്ടും കുലുങ്ങിയില്ല. അവൾ കുറച്ചാലോചിച്ച് ഒരു ചിരിയോടെ പറഞ്ഞു, ഹോ, ഇതാണോ കാര്യം? അങ്ങ് ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. ഇതിലൊന്നും തന്നെ ഭയപ്പെടാനില്ല. ആ വിഡ്ഢിയായ രാജകുമാരനെ കണക്കിന് പറ്റിക്കാം. അയൽപ്പക്കത്തെ മുക്കുവൻ്റെ വല മേടിക്കണം. അതുകൊണ്ട് ഞാനൊരു വസ്ത്രം തുന്നിത്തരാം. അങ്ങനെ ഒരേ സമയം നഗ്നനായും വസ്ത്രം ധരിച്ചവനായി നടക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, രാജധാനിയിലേക്ക് പോകുമ്പോൾ ഒരു ഉള്ളി കൂടി കയ്യിലെടുത്തുകൊള്ളൂ. അവിടെ ചെന്നയുടനെ ഉള്ളി കണ്ണിലുരച്ചാൽ മതി. ഒരേ സമയം ചിരിക്കാം, അതോടൊപ്പം കരയാം. മൂന്നാമത്തെ സംഗതിയും എളുപ്പം തന്നെ. നമ്മുടെ അയൽവാസിയായ ഒരു കഴുതക്കാരൻ്റെ അടുത്ത് ചെന്ന് കഴുതക്കുട്ടിയെ കടം വാങ്ങിക്കണം. കഴുതക്കുട്ടിയെ 2 കാലുകൾക്കുമിടയിൽ നിർത്തിയാൽ മതി. നടക്കലും സവാരി ചെയ്യലും ഒപ്പമായി. പയറു വിൽപ്പനക്കാരൻ മകളുടെ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് അഭിമാനിച്ചു. അയാൾ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ സന്തോഷിച്ചു. മകളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവണം ആർക്കായാലും. ദൈവം നിനക്ക് അസാമാന്യ ബുദ്ധിയാണ് നൽകിയിരിക്കുന്നത്. അയാൾ സുഖമായി ഭക്ഷണം കഴിച്ചു. മകൾ പറഞ്ഞ സാധനങ്ങളെല്ലാം തയ്യാറാക്കി. പിറ്റേ ദിവസം രാവിലെ പയറു വിൽപ്പനക്കാരൻ ഒരേ സമയത്ത് നഗ്നനും വസ്ത്രം ധരിച്ചവനുമായി രാജകുമാരൻ്റെ മുൻപിൽ ചെന്നു. ഒരേ സമയത്ത് ചിരിച്ചു, കരഞ്ഞു, നടന്നു, ഒപ്പം സവാരി ചെയ്തു. രാജകുമാരൻ നിരാശനായി, ഈർഷ്യയും പരിതാപവുമായി. തൽക്കാലം പയറു വിൽപ്പനക്കാരനെ വെറുതെ വിട്ടു. സുൽത്താൻ്റെ മകൻ നേരിട്ട് സായിനിയോട് പ്രതികാരം ചെയ്യാൻ നിശ്ചയിച്ചു. കുമാരൻ ഇനി തൻ്റെ നേരെ പുറപ്പെടുമെന്ന് ബുദ്ധിമതിയായ സായിനിക്കറിയാമായിരുന്നു. ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ആക്രമിക്കുകയാണ് നല്ലത് അവൾ നിശ്ചയിച്ചു. അവൾ നേരെ പോയത് ആയുധം വിൽക്കുന്ന ഒരു വിദഗ്ധൻ്റെ കടയിലേക്കാണ്. ഒരങ്കിയും കവചവും തൊപ്പിയും ഉരുക്കുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ചെറിയ അനക്കമുണ്ടായാൽ ഭീകരമായ ശബ്ദമുണ്ടാക്കുന്ന വിധം വേണം നിർമ്മിക്കാനെന്ന് നിർദ്ദേശിച്ചു. കൊല്ലൻ അവൾ പറഞ്ഞതുപോലുള്ള ഒരു കവചം ഉണ്ടാക്കി കൊടുത്തു. രാത്രിയായി. സായിന പുതിയ ഇരുമ്പ് വസ്ത്രം ധരിച്ച് രാജധാനിയിലേക്ക് പുറപ്പെട്ടു. 2 കത്തിരികകളും ഒരു കത്തിയും കർഷകരുപയോഗിക്കുന്ന ഒരു വലിയ കുഴിമാന്തിയും കയ്യിലെടുത്തിരുന്നു. ആ ഭീകരരൂപം രാജധാനിയുടെ വാതിലിനടുത്തെത്തിയപ്പോഴേക്കും കാവൽക്കാരും കൊട്ടാരൻ സൂക്ഷിപ്പുകാരും അടിമകളും എല്ലാം പേടിച്ച് നാനാവശത്തേക്കും ഓടി. അങ്ങനെ യാതൊരു ശല്യവുമില്ലാതെ അവൾ നേരെ രാജകുമാരൻ വാഴുന്ന പള്ളിയറയിലെത്തി. കുമാരൻ ആയുധങ്ങളുടെ ശബ്ദവും മറ്റും കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. രാത്രിയിലെ അരണ്ട വെളിച്ചത്തിൽ നോക്കിയപ്പോൾ ഏതോ ഭൂതമായിരിക്കുമെന്ന് തോന്നി. കുമാരൻ്റെ ശരീരം വിളർത്ത് മഞ്ഞ നിറമായി. പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഉച്ചത്തിലുള്ള നിലവിളിയോടെ കാൽക്കൽ വീണു. അല്ലയോ ശക്തിമാനായ ഭൂതമേ, എന്നെ രക്ഷിക്കണേ! വായും ചുണ്ടും അനക്കരുത്. അനക്കിയാൽ നിന്റെ കണ്ണ് ഞാൻ ഈ മുള്ളുകൊണ്ട് കുത്തിപ്പൊട്ടിക്കും. സായിന ഗർജിച്ചു. രാജകുമാരൻ ശ്വാസം പോലും വിടാതെ കിടന്നു. സായിന അയാളുടെ പുരുകക്കൊടികൾ, ഇടതുവശത്തെ താടിരോമം, തലയുടെ വലതുഭാഗത്തെ മുടി ഇത്രയും വടിച്ചു കളഞ്ഞു. മുഖത്ത് കഴുതച്ചാണകം തേച്ചു. വായിലും കുറച്ച് കഴുതച്ചാണകം തേച്ചു കൊടുത്തു. പിന്നീട് വന്ന വഴിയെ അവൾ തിരിച്ചുപോയി. ഒരുത്തനും തന്നെ തടയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവൾ വീട്ടിലെത്തി വേഷം മാറ്റി സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം പതിവ് പോലെ 3 സഹോദരിമാരും ചിത്രവേല പഠിക്കാൻ പുറപ്പെട്ടു. സുൽത്താൻ്റെ മകൻ പതിവുള്ള സ്ഥലത്ത് തന്നെ ഇരുന്നിരുന്നു. പക്ഷേ തലയും മുഖവും പട്ടുവസ്ത്രം കൊണ്ട് മൂടിയിരുന്നു. കണ്ണുകൾ മാത്രമേ പുറത്തേക്ക് കണ്ടിരുന്നുള്ളൂ. 3 പേരും അവനെ ഉറ്റുനോക്കി. അവർ 3 പേരും നോക്കുന്നത് കണ്ടപ്പോൾ കുമാരന് തോന്നി, ഹായ്, അവസാനം അവർ മെരുങ്ങിയ ലക്ഷണമാണ്. എൻ്റെ കണ്ണ് മാത്രം പുറത്ത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വശ്യത എന്ന് തോന്നുന്നു. പതിവ് പോലെ കുമാരൻ അവരെ സ്വാഗതം ചെയ്തു. പയറുമണികൾക്ക് സുഖമാണോ?
ഉടനെ സായിന തല ഉയർത്തി മറുപടി പറഞ്ഞു. മുഖം മൂടിയ താങ്കൾക്ക് നമസ്കാരം. ഇന്ന് താടിക്കും മീശയ്ക്കും എന്തു പറ്റി? എവിടെ ആ മനോഹരമായ പുരികക്കൊടികൾ? കഴുതച്ചാണകത്തിൻ്റെ രുചി എങ്ങനെ? 3 പേരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. തലേ ദിവസത്തെ ഭൂതം സായിന തന്നെയാണെന്ന് കുമാരന് മനസ്സിലായി. ഒന്നുകിൽ ഇവളോടത്ത് കഴിയും, അല്ലെങ്കിൽ മരിക്കും. കുമാരൻ സത്യം ചെയ്തു. പുറത്തേക്കിറങ്ങാൻ വയ്യ. താടിയിലെയും തലയിലെയും രോമം കിളിർക്കുന്നതുവരെ കാത്തിരുന്നു. പിന്നീട് പയറ് വിൽപ്പനക്കാരനെ വിളിച്ചു വരുത്തി. പയർ വിൽപ്പനക്കാരാ, നിന്റെ 3ാമത്തെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. ഞാൻ അവളെ അത്രയധികം സ്നേഹിക്കുന്നു. നീ ഇക്കാര്യം നിഷേധിച്ചാൽ തൂക്കുമരമാകും ഗതി. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും അവളോടുകൂടി ചോദിക്കാതെ എങ്ങനെയാണ്? കുറച്ച് നാളത്തെ ഇട നൽകണമേ. അവളോട് ആലോചിച്ചുകൊള്ളൂ. പക്ഷേ ഈ കാര്യം സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും കഥ ഒന്നിച്ചു കഴിയും. പയറ് വിൽപ്പനക്കാരൻ വീട്ടിലേക്ക് ഓടി. മകളെ വിളിച്ച് വിവരമറിയിച്ചു. സായിന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, ഒരു തരക്കേടുമില്ല. ദൈവം തരുന്നതാണ്. ഞാൻ പരിപൂർണമായും ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. പയറ് വിൽപ്പനക്കാരൻ സന്തോഷത്തോടെ കൊട്ടാരത്തിൽ ചെന്ന് മകളുടെ സമ്മതമുണർത്തിച്ചു. പിതാവ് പോയ ഉടനെ സായിന ഒരു മിഠായിക്കാരനെ സമീപിച്ചു. പഞ്ചസാര കട്ട കൊണ്ട് പാവകളെ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അയാൾ. അവൾ ആ മിഠായിക്കാരനോട് അവളുടെ രൂപത്തിൽ പഞ്ചസാര കൊണ്ട് ഒരു പാവയെ നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതിശയമെന്ന് പറയട്ടെ, അയാൾ സായിനിയെപ്പോലെ തന്നെയുള്ള സുന്ദരിയായ ഒരു പഞ്ചസാര പാവയെ നിർമ്മിച്ചു. കണ്ടാൽ സായിന എഴുന്നേറ്റ് വന്നതാണെന്ന് തോന്നും. അവൾ ആ പാവയെ മോടിയുള്ള വസ്ത്രങ്ങൾ അണിയിച്ച് സഹോദരിമാരുടെ സഹായത്തോടെ തൻ്റെ മണിയറ കട്ടിലിൽ കൊണ്ടുകിടത്തി. നേർത്ത യവനികയും വലിച്ചിട്ടു. മണിയറയിലേക്ക് എഴുന്നള്ളേണ്ട സമയമായപ്പോൾ മൂത്ത സഹോദരിമാർ പോയി വരനെ കൂട്ടിക്കൊണ്ടുവന്നു. അവൾ വളരെ ദുർബലയാണ്. മധുരപ്രകൃതിയും സൗമ്യശീലിയുമാണ്. വിശ്വസിച്ചേൽപ്പിക്കുന്നു. എല്ലാം പതുക്കെ വേണം എന്നെല്ലാം പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. സുൽത്താൻ്റെ മകൻ മഞ്ചത്തെ സമീപിച്ചു. അവൾ തന്നെ നാനാവിധത്തിൽ അവഹേളിച്ചതും അപമാനിച്ചതും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഓടിയെത്തി. പെട്ടെന്ന് കുപിതനായ രാജകുമാരൻ വാളൂരി യവനിയയ്ക്കുള്ളിൽ കൂടി ഒരു വെട്ടുകൊടുത്തു. പഞ്ചസാര പാവ കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. ഒരു വലിയ കഷ്ണം രാജകുമാരൻ്റെ വായിലും ചെന്നു വീണു. അതിൻ്റെ മധുരം രാജകുമാരനെ അതിശയപ്പെടുത്തി കളഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ കഴുതച്ചാണകം തീറ്റിച്ചെങ്കിലും മരിക്കുമ്പോൾ അവൾ എനിക്ക് മധുരം തന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ രാജകുമാരന് കഠിനമായി ദുഃഖം തോന്നി. കണ്ണുനീരൊഴുകി. വാളെടുത്ത് സ്വയം വയറ്റിൽ കുത്തിയിറക്കാൻ ആഞ്ഞു. അരുതേ, അരുതേ! ഒളിച്ചു നിന്നിരുന്ന സായിന കുതിച്ചു വന്ന് രാജകുമാരൻ്റെ കരം ഗ്രഹിച്ചു. കുമാരൻ്റെ അമ്പരപ്പ് മാറും മുമ്പേ അവൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. നാം പരസ്പരം പൊറുത്താൽ ദൈവം നമ്മോട് പൊറുക്കും. സായിനയുടെ മനോഹരമായി പുഞ്ചിരി കണ്ട രാജകുമാരൻ അവളുടെ എല്ലാ തെറ്റുകളും മറന്ന് അവളോട് മാപ്പ് ചോദിച്ചു. ആ ദമ്പതിമാർ ദീർഘകാലം സുഖമായി ജീവിച്ചു. ഷെഹർസാദ് രാജകുമാരി പുതിയൊരു കഥയിലേക്ക് കടന്നു. ഖലീഫ ഹാറൂൺ അൽ റഷീദ് പ്രച്ഛന്ന വേഷത്തിൽ ഒരു വിനോദസഞ്ചാരത്തിനിറങ്ങി. മന്ത്രിയും അംഗരക്ഷകനും അദ്ദേഹത്തെ അനുഗമിച്ചു. കാഴ്ചകളും കണ്ട് നടന്ന് നടന്ന് അവർ ഒരു പാലത്തിൻ്റെ മുകളിലെത്തി. പാലത്തിൻ്റെ എതിരെ വിശാലമായ മൈതാനത്ത് ഒരാൾക്കൂട്ടം. എന്താണ് കാര്യം? അവർ അങ്ങോട്ട് ചെന്നു. ആളുകൾക്കിടയിൽ കൂടി മുൻപിലേക്ക് കടന്നു. വളരെ ഭംഗിയുള്ള ഒരു പെൺകുതിരയുടെ പുറത്ത് ഒരു യുവാവ് സവാരി ചെയ്യുന്നു. അയാൾ യാതൊരു കരുണയുമില്ലാതെ ആ കുതിരയെ ചാട്ടവാർ കൊണ്ടടിക്കുന്നു. അടിയും കുത്തുമേറ്റ് കുതിരയുടെ തൊലി പൊട്ടി ചോരയൊലിക്കുന്നുണ്ട്. അതിൻ്റെ വായിൽ നിന്ന് നുരയും പതയും ഒഴുകുന്നു. എന്തൊരു ദ്രോഹം! കുതിരകളെ അത്യധികം ഇഷ്ടപ്പെട്ടിരുന്ന ഖലീഫയ്ക്ക് ഈ കാഴ്ച ഒട്ടും തന്നെ രസിച്ചില്ല. അദ്ദേഹം അവിടെ കൂടി നിന്നവരോട് എന്താണ് ആ ചെറുപ്പക്കാരൻ്റെ ദ്രോഹബുദ്ധിയുടെ കാരണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലാഹുവിന് മാത്രമറിയാം.
ദിവസേന അയാൾ ഇതേ സമയത്ത് വരുന്നത് കാണാം. കുതിരയെ വട്ടത്തിലോടിച്ച് പുറം തല്ലിപ്പൊളിക്കുന്നത് കാണാം. അവൻ്റെ കുതിരയല്ലേ, നമുക്ക് വല്ലതും പറയാനൊക്കുമോ? ഖലീഫ ഉടൻ തന്നെ ആ ചെറുപ്പക്കാരൻ്റെ വിക്രിയുടെ കാരണം ആരാഞ്ഞു വരാൻ ജാഫറോട് പറഞ്ഞു. അയാൾ വിസമ്മതിക്കുകയാണെങ്കിൽ പിറ്റേന്ന് തൻ്റെ മുൻപിൽ ഹാജരാക്കണമെന്ന് കൽപ്പിച്ചു. പിറ്റേ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഖലീഫ മഞ്ചത്തിൽ ഉപവിഷ്ടനായി. ജാഫർ തലേ ദിവസം മൈതാനിയിൽ കണ്ട വെള്ള കുതിരക്കാരനെ തിരുമുമ്പിൽ ഹാജരാക്കി. ഖലീഫ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ ഇന്നലെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നത് ഞാൻ കണ്ടു. ആ മൂകജന്തുവിനോട് ഇങ്ങനെ നിർദ്ദയം പെരുമാറുന്നതിന് എന്താണ് കാരണം? അവിടെ കൂടി നിന്നവരെ രസിപ്പിക്കാനായിട്ടാണോ ആ സാധുജീവിയുടെ പുറം തല്ലിപ്പൊളിച്ചത്? അതോ ചാട്ടയും മുള്ളും ഉപയോഗിച്ച് മെരുക്കിയെടുക്കാൻ നോക്കുകയാണോ? രണ്ടായാലും ഞാൻ ക്ഷമിക്കില്ല. ഞാൻ അനവധി കുതിരകളെ മെരുക്കിയെടുത്തിട്ടുണ്ട്. ഒന്നിനെയും ഇങ്ങനെ ദ്രോഹിച്ചിട്ടില്ല. അവിടെ നിന്നവരെല്ലാം നിന്റെ ദുഷ്ടത കണ്ട് അമ്പരന്നു പോയി. രക്ഷപ്പെടണമെന്ന് മോഹമുണ്ടെങ്കിൽ ഉടനെ സമാധാനം ബോധിപ്പിക്കണം. വെളുത്ത പെൺകുതിരയുടെ യജമാനൻ വിളർത്ത മുഖവുമായി തല കുനിച്ചു നിന്നു. അയാളുടെ കവിൾ തടത്തിൽ കൂടി കണ്ണുനീരൊലിച്ചു. ദുഃഖത്തോടെ നിൽക്കുന്ന ആ യുവാവിനെ കണ്ടപ്പോൾ ഖലീഫ സ്വരമൊന്ന് മാറ്റി. നീ ഖലീഫയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന കാര്യമർക്കൂ. ചങ്ങാതികളോട് പറയുന്നത് പോലെ നിനക്ക് എന്നോട് എന്തും തുറന്നു പറയാം. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. യുവാവ് ഒരുവിധം കരച്ചിലടക്കി തൻ്റെ കഥ പറയാൻ തുടങ്ങി. പ്രഭു, സീദിനുമാൻ എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. എന്നോട് പറയാൻ ആവശ്യപ്പെടുന്ന കഥ വിധിയുടെ വിനോദത്തിന് ഉദാഹരണമാണ്. മറ്റുള്ളവർക്ക് പാഠമാകാൻ ഇത് എഴുതി വെക്കേണ്ടതാണ്. എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ കണക്കറ്റ സ്വത്തിന് അവകാശിയായിരുന്നു. ഞാൻ ഏറ്റവും ബഹുമാനിതനായ പണക്കാരനായി തീർന്നു. പക്ഷേ ആ പുതിയ ജീവിതത്തിൽ എനിക്കൊരഹങ്കാരവും തോന്നിയില്ല. പ്രശാന്തമായ ഏകാന്തതയായിരുന്നു എനിക്കിഷ്ടം. ഞാൻ അവിവാഹിതനായി തന്നെ ജീവിച്ചു. ദിവസവും രാവിലെ ഞാൻ സ്വയം അഭിനന്ദിക്കാറുണ്ട്, എനിക്ക് കുടുംബഭാരങ്ങളും സ്വൈരക്കേടുമില്ലല്ലോ എന്നോർത്ത്. ഒരു ദിവസം രാവിലെ എനിക്ക് തോന്നി, വിവാഹം ചെയ്യണം, കുടുംബജീവിതം നയിക്കണം. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, നിനക്ക് നാണമില്ലേ ഒരു കുറുക്കനെ പോലെ ഇങ്ങനെ മടയിൽ ചുരുണ്ടുകൂടി കഴിയാൻ? ഒരു സുന്ദരിയുടെ സാമീപ്യം, ദർശനം, സ്നേഹം ഇതെല്ലാം നിനക്കും വേണ്ടേ? വെറുതെ വൃദ്ധനാകാൻ കാത്തിരിക്കുകയാണോ? വിവാഹ ജീവിതത്തിൻ്റെ മുന്തിരിച്ചാറ് നിനക്കും ആസ്വദിക്കേണ്ടേ? ഞങ്ങളുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് വിവാഹം കഴിഞ്ഞാലേ വധുവിൻ്റെ മുഖം ദർശിക്കാൻ പറ്റൂ. വധു വിരൂപയാണോ സുന്ദരിയാണോ എന്നൊന്നും അതിനു മുമ്പ് അറിയാൻ കഴിയില്ല. ആ ഏർപ്പാട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചന്തയിൽ പോയി സുന്ദരിയായ ഒരടിമ പെണ്ണിനെ വാങ്ങി എൻ്റെ പത്നിയാക്കാമെന്ന് കരുതി. എൻ്റെ നിശ്ചയത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. സ്വൈരക്കേടുണ്ടാവില്ല. വധുവിൻ്റെ അമ്മയുടെ മുഷിഞ്ഞ മോന്ത കാണേണ്ടി വരില്ല. വധുവിൻ്റെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും മറ്റ് ബന്ധുക്കളുടെയും ശല്യമുണ്ടാകില്ല. അങ്ങനെ ഞാൻ ചന്തയിൽ ചെന്നു. മനസ്സിനിണങ്ങിയ ഒരു സുന്ദരിയെ അന്വേഷിച്ചു. അയോണിയ, എത്യോപ്യ, ഖുറാസാൻ, അറേബ്യ, വടക്കൻ ദ്വീപുകൾ, റോം, ഇന്ത്യ, ചൈന തുടങ്ങിയ നാനാ രാജ്യങ്ങളിൽ നിന്നും അസംഖ്യം അടിമ തരുണികളെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിരുന്നു. ചുറ്റും ദല്ലാളുകളും ലേലം വിളിക്കാരും. ഞാൻ നേരെ നടന്നത് വടക്കൻ ദ്വീപുകളിൽ നിന്നും വരുന്ന പെൺകൊടികളുടെ അരികിലേക്കാണ്. ആ സുന്ദരികൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. വെള്ളി പോലുള്ള ശരീരവും സ്വർണ്ണ നിറത്തിലുള്ള തലമുടികളുമുള്ള ആ തരുണിമണികൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നിറം കുറഞ്ഞ സുന്ദരികളെക്കാൾ മികച്ചവരായിരുന്നു. വടക്കൻ സുന്ദരിമാരെല്ലാം ഒരുപോലെ ഇരിക്കുന്നു, ഒരമ്മ പെറ്റ മക്കളെ പോലെ. തിളങ്ങുന്ന കണ്ണുകളാണ് അവരുടെ മറ്റൊരു സവിശേഷത. അവരിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നറിയാതെ ഞാൻ വിഷമിച്ചുപോയി. ഒടുവിൽ ഞാൻ ഏറ്റവും ഇളയവളുടെ കൈപിടിച്ചു. പറഞ്ഞു വില കൊടുത്ത് അവളെ വാങ്ങി. സ്ത്രീവർഗത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും അവളിലുണ്ട്. വെള്ളി നിറം, മഞ്ഞ സിൽക്ക് നൂൽ ചാർത്ത് പോലെ പാറിക്കളിക്കുന്ന മുടി,
മാസ്മരിക ശക്തിയുള്ള സമുദ്രച്ചായ വീശിയ വിടർന്ന കണ്ണുകൾ, വില്ല് പോലെ വളഞ്ഞ പുരികങ്ങൾ. കവിവാക്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ എൻ്റെ വസ്ത്രം കൊണ്ട് അവളുടെ നഗ്നത ആവരണം ചെയ്തു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ വിനയവും മൗനവും എന്നെ സന്തോഷിപ്പിച്ചു. ആ അഭൗമ ലാവണ്യം എന്നെ ഉന്മത്തനാക്കി. പ്രത്യേകിച്ചും ആ നീല കണ്ണുകളും കാഞ്ചനവർണ്ണമായ കേശഭാരവും. എൻ്റെ ഭാഷ അവൾക്കും അവളുടെ ഭാഷ എനിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സംസാരിച്ച് അവളെ ശല്യപ്പെടുത്തിയില്ല. എന്തായാലും വീട്ടിനുള്ളിൽ കൺകുളിർക്കെ കാണാനെങ്കിലും ഒരു പെൺകുടി ഉണ്ടായല്ലോ. ആദ്യത്തെ ദിവസം വൈകുന്നേരം തന്നെ ഞാൻ എൻ്റെ വധുവിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി. നേരം ഇരുട്ടിയപ്പോൾ അവളുടെ നീല നയനങ്ങൾ ഒന്നുകൂടി ഇരുണ്ടു. പകൽ സമയത്തെ മോഹന ഭംഗി ആ നയനങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ തീ പോലെ തിളങ്ങി. അവളുടെ കവിളുകൾ കൂടുതൽ കൂടുതൽ വിളർത്തു വരുന്നതും ചുണ്ടുകൾ വിറയ്ക്കുന്നതും ഞാൻ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് അവൾ മുറ്റത്തേക്ക് മിഴികൾ അയച്ചിരുന്നു, പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പോലെ. അത്താഴത്തിന് സമയമായപ്പോൾ ഞാൻ അവളെ അരികിൽ പിടിച്ചിരുത്തി. ഭക്ഷണം കൊണ്ടുവരുന്നതിനിടയ്ക്ക് ഞാൻ അവളോട് എനിക്കുള്ള സ്നേഹവും ആസക്തിയും പ്രകടമാക്കാൻ ശ്രമിച്ചു. ഞാൻ അവളെ വാത്സല്യപൂർവ്വം തഴുകി. അവളുടെ നനുത്ത കൈപിടിച്ച് എൻ്റെ ചുണ്ടിലും നെഞ്ചിലും വെച്ചു. വില പിടിച്ച വസ്ത്രങ്ങളിൽ അഴുക്ക് പുരണ്ടാലോ എന്ന് കരുതി ശ്രദ്ധയോടെയാണ് ഞാൻ അവളെ സ്പർശിച്ചിരുന്നത്. അവളുടെ കബരീഭാരത്തിൽ വിരലോടിച്ചു നോക്കി. ആ സ്പർശനത്തിൻ്റെ അനുഭവം മറക്കാൻ സാധ്യമല്ല. ജീവനുള്ള മുടിയുടെ മന്ദോഷം അനുഭവപ്പെട്ടില്ല. ഏതോ തണുത്തുറഞ്ഞ ലോകത്തിൽ നിന്നും ഉലർത്തെടുത്ത മഞ്ഞ ചുരുളുകൾ പോലെയാണ് എനിക്ക് തോന്നിയത്. അതോ ഉരുക്കിയ മഞ്ഞിൽ മുക്കി വച്ചിരിക്കുന്ന പട്ടുതുണിയിൽ തൊടുന്നതുപോലെയോ? എൻ്റെ ഉള്ളൊന്ന് ഞെട്ടി. ശീതളമായ ഏതോ അമൂല്യ ലോഹം കൊണ്ടായിരിക്കുമോ അവളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഞാൻ എൻ്റെ വർഗത്തിലെ പെൺകൊടികളുടെ ശിരസിൽ രാത്രിയുടെ ചിറകുകൾ പോലുള്ള സുഘോഷ്ണമായ കരിഞ്ചായയിലും വടക്കൻ ദേശത്തെ വനിതകളുടെ ശിരസിൽ തണുത്തുറഞ്ഞ തീനാളവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മഹത്വത്തെ അനുസ്മരിച്ചു. വിദേശിയായ എൻ്റെ വധു എൻ്റെ നാട്ടിലെ സ്ത്രീകളിൽ നിന്ന് വളരെ വിഭിന്നയാണെന്ന് മനസ്സിലായി. സംഭീതിഭരിതമായ സുഖത്താൽ എനിക്ക് രോമാഞ്ചമുണ്ടായി. അവളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കെ അവളുടെ ശീത സൗന്ദര്യത്തിൽ ഞാൻ വെറുതെ അമാനുഷത ആരോപിക്കുകയാണെന്ന് തോന്നി. പരിചാരകൻ ആഹാരം വിളമ്പി. നിശ്ചലയായിരിക്കുന്ന അവളുടെ മുഖത്ത് ഒരു ഭാവഭേദം, വശ്യതയുടെ ഒരു തിളക്കം. കവിളുകൾ ചുവക്കുന്നു, വെളുക്കുന്നു. കണ്ണുകളിൽ കൊടുങ്കാറ്റിൻ്റെ വികാസം. ഭക്ഷണരീതി പിടിക്കാഞ്ഞിട്ടാകാമെന്ന് കരുതി ഞാൻ മധുരം ചേർത്ത നെയ്ച്ചോറ് കൈ കൊണ്ട് വാരിയുണ്ട് കാണിച്ചു കൊടുത്തു. പക്ഷേ വെറുപ്പോടെ അവൾ എന്തോ അന്വേഷിക്കുന്നത് പോലെ തോന്നി. അവൾ തല തിരിച്ച് മാർത്തട്ടിൽ നിന്ന് ഒരു കുഴൽ വലിച്ചെടുത്തു. ശിശുവിൻ്റെ എല്ലുകൊണ്ടുണ്ടാക്കിയ പോലുള്ള ഒന്ന്. അതിൽ നിന്ന് ചെവിത്തൂണ്ടി പോലുള്ള ഒന്ന് വലിച്ചെടുത്തു. അതുകൊണ്ട് ഓരോ വറ്റ് പെറുക്കി തിന്നാൻ തുടങ്ങി. ഓരോ വറ്റും തിന്നാൻ വളരെ നേരമെടുത്തു. എൻ്റെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവൾ ഏതാണ്ട് 12 വറ്റ് കഴിച്ചിട്ടുണ്ടാകും. മതിയായ പോലെ അവൾ ആംഗ്യം കാണിച്ചു. കൂടുതൽ കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചുമില്ല. അതാണ് ആദ്യത്തെ ദിവസം ആകപ്പാടെ അവൾ കഴിച്ച ഭക്ഷണം. ഒരുപക്ഷെ അവൾ നേരത്തെ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവൾ ശീലിച്ചിട്ടുണ്ടാകില്ല. ഇത്ര കുറച്ചേ അവൾക്ക് വേണ്ടുവെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്കും അവൾക്കും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് തമ്മിലുള്ള അന്തരം ആത്മാവിൻ്റെ കാര്യത്തിലും കാണിക്കില്ലേ? പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ അവളുടെ ആത്മാവിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചായിരുന്നു. ഉത്തരാകാശത്തിലെ ആ മനോഹര രഹസ്യത്തെ മാറിലൊതുക്കാൻ കൊതി തോന്നിയെങ്കിലും അന്ന് രാത്രി അതിന് മുതിർന്നില്ല. അക്ഷമ ആനന്ദം കുറയ്ക്കും. അന്ന് അവളുടെ മുറിയിൽ തന്നെ ഉറങ്ങാൻ അനുവദിച്ചു. ആദ്യം മണ്ണൊരുങ്ങട്ടെ. പെണ്ണിൻ്റെ സ്നേഹബീജം അതിൽ വീണ് മുളച്ചു വളർന്ന് പക്ക ഫലമാകുമ്പോഴേ പറിക്കാവൂ. അതിന് ഇനിപ്പ് കൂടും. അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും എനിക്ക് ആ രാത്രി കൺപോള പൂട്ടുവാൻ കഴിഞ്ഞില്ല.
വീടിനുള്ളിൽ സുഗന്ധം പരത്തുന്ന അപൂർവ സുന്ദരമായ ആ മധുരക്കനിയെ ഓർത്തു കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണത്തിനിരുന്നപ്പോൾ ഞാൻ അവളെ നോക്കി പുഞ്ചിരി തൂകി. ഫ്രാങ്കിഷ് രാജാവിൻ്റെ ദൗത്യവുമായി വരുന്ന പടിഞ്ഞാറൻ അമീറുകളുടെ നേരെ എന്ന പോലെ ഞാൻ ശിരസ് കുനിച്ച് അഭിവാദ്യം ചെയ്തു. അന്നും അവൾ തലേ ദിവസത്തെ പോലെ ഒരു ചെവി തോണ്ടികൊണ്ട് നെയ്ച്ചോറിൻ്റെ 6-7 വറ്റുകൾ പെറുക്കിത്തിന്നു. ദൈവമേ, എന്താണ് ഇവളിങ്ങനെ? 6-7 വറ്റുകൊണ്ട് വിശപ്പടങ്ങുമോ? ഇതാണോ ഇവളുടെ നാട്ടിലെ ജനങ്ങളുടെ രീതി? അതോ എന്നെ ചെലവ് ചുരുക്കാൻ പഠിപ്പിക്കുകയാണോ? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ പലതും ഞാൻ വിചാരിച്ചു. എൻ്റെ ഉത്കണ്ഠ അവൾ മനസ്സിലാക്കിയോ എന്തോ. എന്തായാലും അവൾ 6-7 വറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് കണ്ടത്. ലോകത്തിൽ ആർക്കും തന്നെ ഇങ്ങനെ വിശപ്പടക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തീർച്ചയാണ്. അവളെ സംബന്ധിച്ച് എന്തോ അത്ഭുത രഹസ്യമുണ്ട്. എൻ്റെ ഭാര്യയായി മണിയറയിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇതിൻ്റെ രഹസ്യമറിയണം. 2 ആഴ്ച ഞാനിങ്ങനെ ക്ഷമിച്ച് കഴിച്ചു കൂട്ടി. ഒരു ദിവസം ഞാൻ അവളുടെ മുറി സന്ദർശിക്കാൻ തന്നെ നിശ്ചയിച്ചു. അവൾ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി കാലൊച്ച കേൾപ്പിക്കാതെ വിരൽ തുമ്പിൽ നടന്നാണ് ചെന്നത്. കതകടച്ചിരിക്കുന്നു. ഉള്ളിൽ അവളുടെ പദവിന്യാസം കേട്ടു. ഇത് അസാധാരണമാണ്. ഉത്കണ്ഠാഭരിതനായി ഞാൻ ഒളിച്ചു നിന്നു. അധികം താമസിയാതെ വാതിൽ തുറന്ന് അവൾ പ്രത്യക്ഷയായി. നടക്കാനിറങ്ങുന്ന വേഷമാണ്. മുറ്റത്തെ മാർബിൾ വിരിപ്പിൽ കൂടി നിശബ്ദയായി അവൾ ഒഴുകിപ്പോയി. ആ ഇരുട്ടിൽ എൻ്റെ മുമ്പിൽ കൂടി അവൾ കടന്നുപോയപ്പോൾ എൻ്റെ ഹൃദയരക്തം കട്ടിയായി. ഇരുട്ടിൽ അവളുടെ കണ്ണുകൾ പച്ച പ്രകാശങ്ങൾ പൊലിച്ചൊരിക്കുന്നു. ഇരയുടെ രക്തം ചിന്താൻ കുതിക്കുന്ന വ്യാഘ്രത്തിൻ്റേതുപോലുള്ള കണ്ണുകൾ. ലോകനാശം പ്രഖ്യാപിക്കാൻ നിയുക്തിയായ നിദ്രാലീനിയായ ഒരു ദുർദേവതയെ പോലെയായിരുന്നു അവൾ. അവളുടെ മുഖം അപ്പോൾ കടലാസ് പോലെ വെളുത്തിരുന്നു. അവളുടെ സ്വർണ്ണ മുടികളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. ഭയം കൊണ്ട് എൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. വായ് ഉണങ്ങി വരണ്ടു. ശ്വാസം നിലച്ചതുപോലെയായി. ഞാൻ സ്തംഭിച്ചു നിന്നു. കാലുകൾ അനക്കാൻ കഴിഞ്ഞില്ല. അവൾ നടന്നു മറയുന്നതുവരെ ഞാൻ ആ നിലയിൽ തന്നെ നിന്നു. പിന്നീട് ജാലകത്തിലൂടെ മുറ്റത്തേക്ക് നോക്കി. നഗ്നപാദങ്ങളുടെ നിശബ്ദ വിന്യാസത്തോടെ അവളുടെ വെളുത്ത രൂപം പടി തുറന്ന് പാതയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. കുറച്ചു നേരം ഞാൻ അനങ്ങാതെ നിന്നു. പിന്നീട് മുറ്റത്തേക്കിറങ്ങി. ചെരുപ്പുകൾ ഊരിപ്പിടിച്ച് ഞാൻ അവളെ പിന്തുടർന്നു. നിലാവുള്ള രാത്രിയാണ്. പരിഭ്രാന്തിയോടും ഭയാശങ്കകളോടു കൂടിയാണ് ഞാൻ നടന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, അപരിചിതയായ ഈ പെൺകുട്ടിയോട് ഞാൻ വളരെ ദയാപൂർവവും ആത്മാർത്ഥതയോടുകൂടിയുമാണ് പെരുമാറിയത്. അങ്ങ് അതിന് സാക്ഷിയാണ്. ഒരുപക്ഷെ അവൾ നാസ്തിക വർഗത്തിൽപ്പെട്ടവളായിരിക്കാം. എനിക്കറിയില്ല. ഞാൻ അവളുടെ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നവനല്ലെന്ന് ആണയിട്ട് പറയുന്നു. പ്രവാചകന്റെ നീതിക്ക് വിരുദ്ധമായി അവൾ ചെയ്യുന്ന യാതൊന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല. അങ്ങനെ ദൈവസമക്ഷം എൻ്റെ മനസ്സ് തുറന്നു കാണിച്ച് ഞാൻ അവളുടെ പിന്നാലെ നടന്നു. അവൾ നഗരത്തിലെ തെരുവുകളിലൂടെ നടന്നു. ഈ നഗരത്തിൽ തന്നെയാണ് അവൾ ജനിച്ചതെന്നേ അവളുടെ പോക്ക് കണ്ടാൽ തോന്നും. അവളുടെ തിളങ്ങുന്ന മഞ്ഞ തലമുടി മുൻപിൽ ദീപശിഖ പോലെ എന്നെ നയിച്ചു. അവസാനം അവൾ തെരുവിൻ്റെ സീമയ്ക്ക് പുറത്തുള്ള വിജനമായ ശ്മശാന മൈതാനത്തിലേക്ക് കടന്നു. ധാരാളം ശവകുടീരങ്ങളുള്ള ആദ്യത്തെ പഴയ ശ്മശാനത്തിൽ തങ്ങാതെ അവൾ മറ്റേ അറ്റത്തേക്ക് നടന്നു. പതിവായി ശവം കുഴിച്ചിടുന്ന ഭാഗത്തേക്കാണ് അവൾ നടന്നത്. വടക്കു നിന്ന് വന്ന അവളുടെ ഏതെങ്കിലും സ്നേഹിത മരിച്ചിട്ടുണ്ടാകും. ജഡം അവിടെ കുഴിച്ചിട്ടുണ്ടാകും, ഞാൻ കരുതി. പക്ഷേ അവളുടെ മുഖത്തെ ഭാവവും കണ്ണുകളുടെ തീക്ഷ്ണ പ്രകാശവും എൻ്റെ രക്തം കട്ടയാക്കി. പെട്ടെന്ന് ആ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ഒരു നിഴൽ പൊന്തി. ആ നിഴൽ എൻ്റെ പത്നിയെ സമീപിച്ച് അവളുടെ കരം ഗ്രഹിച്ചു. അതൊരു പ്രേതമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കാലുകൾ വിറച്ചു. ഞാനൊരു ശവകുടീരത്തിൻ്റെ പിറകിൽ മറിഞ്ഞു വീണു. ആ പ്രേതം
അവളെ ശ്മശാനത്തിൻ്റെ അറ്റത്തേക്ക് നയിച്ചു. അവിടെ അവർ അഭിമുഖമായിരുന്നു. പ്രേതം കുഴിമാന്തി ഒരു ശവശരീരം പൊക്കിയെടുത്തു. അതിൻ്റെ തല ഉടലിൽ നിന്നും പിരിച്ചെടുത്ത് എൻ്റെ പത്നിക്ക് കൊടുക്കുന്നത് കണ്ടു. ഇരയെ കണ്ട വന്യമൃഗത്തെ പോലെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൾ ആർത്തിയോടെ ശവശരീരത്തിൽ പല്ലുകളാഴ്ത്തി. അവൾ ആർത്തിയോടെ മാംസം കടിച്ച് പറിച്ച് ചവയ്ക്കാൻ തുടങ്ങി. പ്രഭു, ആ കാഴ്ച കണ്ട ഞാൻ പേടിച്ചരണ്ട് ഉറക്കെ കരഞ്ഞുപോയി. ഞൊടിയിടയിൽ അവൾ പാഞ്ഞു വന്ന് ഞാൻ ഒളിച്ചിരിക്കുന്ന ശവകുടീരത്തിനരികിൽ വന്ന് വിശക്കുന്ന പുലിയെപ്പോലെ കത്തുന്ന കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കി. അവളോട് ഒന്ന് യാചിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല. അതിനു മുമ്പേ അവൾ കൈപൊക്കി ഉച്ചത്തിൽ എന്തോ ശബ്ദമുണ്ടാക്കി. ഏതാണ്ട് രാത്രികാലത്ത് നായാട്ടിനിറങ്ങുന്ന സിംഹങ്ങൾ ഗർജിക്കുന്നത് പോലെ. ആ നിമിഷത്തിൽ ഞാനൊരു പട്ടിയായി മാറി. എൻ്റെ പത്നിയും ആ ശവം തീനി പ്രേതവും കൂടി എന്നെ ആട്ടിയോടിപ്പിച്ചു. പ്രാണഭയത്തോടെ ഞാൻ ആ ശവകുടീരങ്ങൾക്കിടയിലൂടെ കിടന്നോടി. ശ്മശാന സീമ കഴിയുന്നതുവരെ അവർ എന്നെ പിന്തുടർന്നു. ഞാൻ ഉച്ചത്തിൽ ഓളിയിട്ടുകൊണ്ട് ഓടി. പല സ്ഥലത്തും മറിഞ്ഞു വീണു. നഗരത്തിനുള്ളിലെത്തിയപ്പോൾ നായ്ക്കൾ എന്നെ വേട്ടയാടി. അവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. ഞാൻ അഭയസ്ഥാനം തേടിയലഞ്ഞു. രാവിലെ കട തുറന്ന ഉടനെ ഞാൻ ആദ്യത്തെ കടയിലേക്ക് ഓടിക്കയറി. ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടന്നു. ആട്ടിൻ തലകൾ വിൽക്കുന്ന ഒരു കടയായിരുന്നു അത്. കടയുടമ എൻ്റെ പിന്നാലെ കുരച്ചെത്തിയ നായ്ക്കളെയെല്ലാം ആട്ടിയോടിച്ചു. എന്നെയും ആട്ടി ഓടിക്കാനായി അയാൾ അടുത്തേക്ക് വന്നു. ഇയാൾ നായ്ക്കളെ വെറുക്കുന്ന അന്ധവിശ്വാസികളിൽ പെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്തരക്കാർ വിരൽ കൊണ്ട് നായയെ സ്പർശിച്ചാൽ വസ്ത്രങ്ങൾ പോലും കഴുകുന്നവരാണ്. അയാൾ എന്നെ വടിയെടുത്ത് ഓടിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണീരോടെ ദയനീയമായി അയാളെ നോക്കി. അയാൾ ഒരു ചീഞ്ഞ ആട്ടിൻ തല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ ആർത്തിയോടെ ഓടിച്ചെന്ന് അത് തിന്നാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് പിന്നെയും വാലാട്ടിക്കൊണ്ട് കടയുടെ നേരെ ചെന്നു. അയാൾ എന്നെ അടിച്ചോടിച്ചു. ഞാനൊരു അപ്പക്കടയിൽ അഭയം പ്രാപിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ അപ്പക്കച്ചവടക്കാരൻ നല്ലവനും രസികനുമാണെന്ന് മനസ്സിലായി. അയാൾ ഒരു പായയിലിരുന്ന് പ്രാതൽ കഴിക്കുകയായിരുന്നു. എന്നെ കണ്ടയുടനെ ഒരു റൊട്ടി കഷ്ണം വിട്ടു തന്നു. തിന്നോ ചങ്ങാതി, അയാൾ പറഞ്ഞു. ഞാൻ വാലാട്ടി നന്ദി പ്രദർശിപ്പിച്ച് ആ റൊട്ടി കഷ്ണം തിന്നു. എൻ്റെ വിനയപൂർവമായ നിൽപ്പും പെരുമാറ്റവും കണ്ടപ്പോൾ അയാൾക്ക് എന്നോട് ദയ തോന്നി. അവിടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ആ ദയ ഒന്ന് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന ഭാവത്തോടെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അയാൾ എന്നെ സ്നേഹപൂർവ്വം തലോടി. എനിക്ക് കിടക്കാൻ ഒരു മൂല ചൂണ്ടിക്കാണിച്ചു തന്നു. ഞാൻ ആ മൂലയിൽ തന്നെ കഴിച്ചു കൂട്ടി. അപ്പ കച്ചവടക്കാരന് എന്നെ വളരെ ഇഷ്ടമായി. എനിക്ക് പങ്കു തരാതെ അയാൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഞാൻ യജമാനെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടി. അയാൾ പുറത്തേക്കിറങ്ങുമ്പോൾ ഞാനും വാലാട്ടി പിറകെ ചെല്ലും. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഒരു വൃദ്ധ റൊട്ടി വാങ്ങാൻ വന്നു. കാശും കൊടുത്ത് പോകാൻ തുനിഞ്ഞപ്പോഴാണ് അത് കള്ള നാണയമാണെന്ന് യജമാന് തോന്നിയത്. ഹേ അമ്മായി, ഈ നാണയം മാറ്റിത്തരണം, അയാൾ പറഞ്ഞു. വൃദ്ധ നാണയം മാറ്റിക്കൊടുക്കാൻ കൂട്ടാക്കിയില്ല. നാണയം ഞാൻ ഉണ്ടാക്കുന്നതൊന്നുമല്ല. പണം പണമാണ്. പച്ചക്കറി പോലെ മറിച്ചും തിരിച്ചും നോക്കാനുള്ളതല്ല. വൃദ്ധ നാവിളക്കി. ഇത് കള്ളനാണയമാണ്, തീർച്ച. ഇത് കൊടുത്ത് ഈ നായയെപ്പോലും വഞ്ചിക്കാനാവില്ല എന്ന് പറഞ്ഞ് അയാൾ വെറുതെ തമാശയ്ക്ക് എന്നെ വിളിച്ചു. വിളി കേട്ട് ഞാൻ വാലാട്ടി ഓടിച്ചെന്നു. അയാൾ കുറെ നാണയങ്ങളുടെ കൂടെ ആ കള്ളനാണയവും കലർത്തി മുമ്പിൽ വെച്ച് എന്നോടതിൽ കള്ളനാണയമുണ്ടെങ്കിൽ കണ്ടെടുക്കാൻ പറഞ്ഞു. ഞാൻ മുൻകാലുകൊണ്ട് അതെല്ലാം പരത്തി പരിശോധിച്ച് കള്ളനാണയം എടുത്തു കൊടുത്തു. കളി കാര്യമായി. എൻ്റെ ബുദ്ധിശക്തി കണ്ട് അയാൾ അമ്പരന്നു പോയി. എന്നെ പ്രശംസിച്ച് പുറന്തടവി. ഗതിയില്ലാതായപ്പോൾ വൃദ്ധ നാണയം മാറ്റിക്കൊടുത്ത് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ സ്ഥലം വിട്ടു. ചുറ്റുമുള്ള കടക്കാരെല്ലാം വിവരമറിഞ്ഞ് വിസ്മയിച്ചു. എല്ലാവരും എന്നെ കാണാൻ വന്നു. ഈ മൂകജന്തുവിന് ഇത്ര ബുദ്ധിയോ? അസാധാരണം തന്നെ. ഓരോരുത്തരും അത്ഭുതം കോറി.
എനിക്ക് ആരാധകർ പെരുകി. പീടികയിൽ സദാ തിരക്കു തന്നെ. എൻ്റെ ബുദ്ധിശക്തി പരീക്ഷിച്ചറിയാൻ ആളുകൾ തിരക്ക് കൂട്ടി. അങ്ങനെ എൻ്റെ യജമാൻ്റെ കച്ചവടവും വർദ്ധിച്ചു. എന്നെ ആട്ടിയോടിച്ച ഇറച്ചി കച്ചവടക്കാരന് അസൂയയായി. അയാൾ എനിക്കെതിരെ പല വിദ്യകളും പ്രയോഗിച്ചു. എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. നായ്ക്കളെ വിട്ട് എന്നെ വിരട്ടി നോക്കി. പക്ഷേ യജമാനും ആരാധകരും എനിക്ക് ഉപദ്രവം വരാതെ കാത്തു. അങ്ങനെ ഞാൻ സുഖമായി ജീവിതം തുടർന്നു. ഞാനൊരു മനുഷ്യനായിരുന്നു എന്ന ഓർമ്മ എന്നെ വേദനിപ്പിച്ചിരുന്നു. നായിയായി പോയി എന്ന ദുരന്തം മാത്രമല്ല എന്നെ വേദനിപ്പിച്ചത്. സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതായിരുന്നു ഏറ്റവും ദുസ്സഹം. കുരച്ചും കരഞ്ഞും നോക്കിയും മാത്രം കാര്യം മറ്റുള്ളവരെ അറിയിക്കേണ്ടി വരിക ദയനീയം തന്നെ. ശ്മശാനത്തിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഓർത്തപ്പോൾ ഞാൻ കിടിലം കൊണ്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാനിയായ ഒരു വൃദ്ധ കടയിൽ വന്നു. അവരും മറ്റുള്ളവളെ പോലെ കള്ളനാണയം കൂട്ടിക്കലർത്തി എന്നെ പരീക്ഷിച്ചു. കൂട്ടത്തിൽ നിന്ന് ഞാൻ കള്ളനാണയമെടുത്ത് കൊടുത്തപ്പോൾ അവരെന്നെ അഭിനന്ദിച്ചു. മടങ്ങിപ്പോകുമ്പോൾ അവരെന്നെ നോക്കി ആംഗ്യം കാണിച്ചു വിളിച്ചു. കൂടെ ചെല്ലുവാനാണ് സൂചിപ്പിച്ചത്. ആദ്യം ഞാൻ അനങ്ങിയില്ല. വീണ്ടും വീണ്ടും അവർ വിളിച്ചപ്പോൾ എന്തോ എനിക്ക് അവരുടെ കൂടെ പോകണമെന്ന് തോന്നി. അവർ ചതിക്കുന്ന തരത്തിലല്ലെന്ന് തോന്നി. ഞാൻ യജമാനൻ കാണാതെ കടയിൽ നിന്നിറങ്ങി അവരെ പിന്തുടർന്ന് കുറേ ദൂരം പോയി. അവരുടെ വീട്ടിലെത്തി. എൻ്റെ കൂടെ വന്നതിന് നിനക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവരെന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. വാതിൽ കടന്ന് ഒരു ചെറിയ മുറിയിൽ പ്രവേശിച്ചു. അവിടെ അതിസുന്ദരിയായ ഒരു യുവതി ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടയുടനെ അവൾ മുഖാവരണം വലിച്ചിട്ടു. വൃദ്ധ പറഞ്ഞു, മകളെ, ആ നായയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും ഇവൻ്റെ ബുദ്ധി ഒന്ന് പരീക്ഷിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഇവൻ്റെ ബുദ്ധിശക്തി അസാമാന്യം തന്നെ. ആ പെൺകുട്ടി എഴുന്നേറ്റു. അമ്മ പറഞ്ഞത് ശരിയാണ്. ഉടനെ ഞാൻ ഇതിൻ്റെ തെളിവ് കാണിച്ചു തരാം. ഒരു ചെമ്പ് പാത്രം നിറയെ വെള്ളമെടുത്ത് അവൾ എന്തൊക്കെയെ മന്ത്രിച്ച് കുറച്ച് വെള്ളമെടുത്ത് എൻ്റെ മേൽ തെളിച്ചു. നീ നായിയായിട്ടാണ് ജനിച്ചതെങ്കിൽ നായിയായി തന്നെ ഇരിക്കട്ടെ. അല്ല, മനുഷ്യരൂപത്തിലാണ് പിറവിയെങ്കിൽ ദേഹമൊന്ന് കുടഞ്ഞുകൊള്ളും. വീണ്ടും മനുഷ്യനായി തീരും. ഞാൻ ദേഹം ഒന്ന് കുടഞ്ഞു. ഉടനെ എൻ്റെ പൂർവ്വരൂപം തിരിച്ചു കിട്ടി. ആനന്ദം കൊണ്ടും അതിശയം കൊണ്ടും കുറേ നേരം എനിക്കൊരു വെളിവുകേട് തന്നെ ഉണ്ടായി. ഞാൻ ആദരവോടെ എൻ്റെ ജീവദാതാവിൻ്റെ കാലടികൾ ചുംബിച്ചു. നന്ദി പറയുവാൻ വാക്കുകളില്ലായിരുന്നു. പകരം നൽകാൻ എനിക്ക് എന്തുണ്ട്? ഞാൻ എൻ്റെ കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. അവരെൻ്റെ കഥ കേട്ട് അതിശയിച്ചു പോയി. വൃദ്ധ പറഞ്ഞു, കുറ്റം നിന്റേത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സുന്ദരികളായ പെൺകുട്ടികളെ ഉപേക്ഷിച്ച് ഈ അവിശ്വാസിയായ അന്യദേശക്കാരിയെ കൈക്കൊള്ളാൻ പുറപ്പെട്ടിട്ടല്ലേ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്? സാത്താൻ്റെ പണിയാണിതെല്ലാം. എന്തായാലും എൻ്റെ മകൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞതിന് അല്ലാഹുവിനോട് നന്ദി പറയുക. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഞാൻ എൻ്റെ തെറ്റിൽ പശ്ചാത്താപിക്കുന്നു. ഈ കുടുംബവും ഒരുമിച്ച് ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് മാത്രമേ അപേക്ഷയുള്ളൂ. അമ്മയുടെ മകളെ എനിക്ക് തരുന്നതിൽ വിരോധമുണ്ടോ? തനിക്കതിൽ യാതൊരു വിസമ്മതവുമില്ല എന്ന് അവർ സന്തോഷത്തോടെ പറഞ്ഞു. സുന്ദരിയായ ആ മകൾ എൻ്റെ വിവാഹാലോചന നിരസിച്ചില്ല. പക്ഷേ അവൾ പറഞ്ഞു, അതൊന്നുമല്ല. ഇപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു ബാധ നീക്കിയതുകൊണ്ട് മാത്രമായില്ല. ആ ദുഷ്ട പിശാചിൽ നിന്നും ഇനിയും ആപത്ത് നേരിടാതെ നോക്കേണ്ടതുണ്ട്. അവൾ വീടിനകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞ് ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് പരിശോധിച്ചു നോക്കി. അവളിപ്പോൾ താങ്കളുടെ വീട്ടിലില്ല. പക്ഷേ ഉടനെ തിരിച്ചു വരും. അവൾ നിങ്ങളുടെ വേലക്കാരെ പറ്റിച്ചിട്ട് പോയിരിക്കുകയാണ്. നിങ്ങളെ കാണാത്തതിൽ അവൾ അത്യധികം ദുഃഖവും ഉത്കണ്ഠയും മറ്റും നടിക്കും. ഉടനെ വീട്ടിലേക്ക് ചെല്ലണം. അവളെ കാത്ത് മുറ്റത്തിറങ്ങി നിൽക്കണം. അവൾ തിരിച്ചു വരും. നിങ്ങളെ കാണും. ഉടനെ പരിഭ്രാന്തിയായി തിരിഞ്ഞോടാൻ തുനിയും. അപ്പോഴേക്കും ഈ പാത്രത്തിൽ നിന്നും വെള്ളമെടുത്ത് അവളുടെ മേൽ തെളിക്കണം. നീ ഒരു പെൺകുതിരയാകട്ടെ എന്ന് മന്ത്രിച്ചുകൊണ്ട് വേണം വെള്ളം തെളിക്കാൻ. ആ നിമിഷം അവളുടെ രൂപം മാറി വെളുത്ത പെൺകുതിരയാകും.
ഉടനെ പുറത്ത് ചാടിക്കയറണം. കടിഞ്ഞാണിട്ട് പിടിക്കണം. കൈ കഴയ്ക്കും വരെ ചാട്ട കൊണ്ട് പ്രഹരിക്കണം. നിത്യവും ശിക്ഷ ആവർത്തിക്കണം. നിയന്ത്രണം വിട്ട് കുതിര നിങ്ങളുടെ നേരെ തിരിയാനിടയാകാതെ സൂക്ഷിക്കുകയും വേണം. ഞാൻ അവളുടെ ഉപദേശമനുസരിച്ച് ആ പിശാചനെ പെൺകുതിരയാക്കി. വൃദ്ധയുടെ സുന്ദരിയായ മകളെ വിവാഹം ചെയ്തു. അവൾ പറഞ്ഞ പോലെ നിത്യവും ഞാൻ ആ പ്രേതകുതിരയെ മൈതാനത്ത് കൊണ്ടുവന്ന് ഓടിച്ച് പുറം തല്ലി പൊളിക്കാറുണ്ട്. അതാണ് അങ്ങ് കണ്ട കാഴ്ച. ഖലീഫ പറഞ്ഞു. വിസ്മയകരമായ കഥ. പക്ഷേ പിശാചിന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി ഭാര്യയോട് പറഞ്ഞ് ഈ ഏർപ്പാട് അവസാനിപ്പിക്കാൻ പറ്റില്ലേ? പറ്റില്ലെങ്കിൽ ദൈവ ആഗ്രഹത്തിന് വിഘാതമില്ലെന്ന് സമാധാനിക്കാം. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.